ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നാടൻ ചക്കക്കുരുവും മുരിങ്ങ ഇലയും കൂട്ടിയിട്ടുള്ളൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. നമ്മൾ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുരിങ്ങയില കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാമേ. അതിനായിട്ട് കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളകും കീറി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ മതിയേ. അപ്പൊ നമ്മൾ വെന്തിട്ടില്ലെങ്കിലും നമ്മൾ ഒന്നുകൂടെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ അരയ്ക്കാനുള്ളത് എടുക്കാം. അതിലേക്ക് ഒരു മുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂട്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണേ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിന് ശേഷം ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ശരിയാകുമ്പോഴേക്കും നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാമേ. അപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഇത് നമുക്ക് ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാടൊന്നും ഉടയ്ക്കേണ്ടതില്ല. കുറച്ച് തരി കിടക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാം. ചക്കക്കുരു ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി നോക്കാം. ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചക്കക്കുരു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ടും കൂടി. ആവശ്യത്തിന് കുക്കർ കഴുകിയിട്ടുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ ബാക്കി അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കണം. ഓരോരുത്തർക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് ചൂടായാൽ മതി. തിളയ്ക്കാൻ പാടില്ല. നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളച്ചാൽ പിരിഞ്ഞു പോവേ ചാറ്. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കുക. അപ്പൊ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു ചാറ് ഒഴിച്ചുകൂട്ടാൻ റെഡി ആയി കഴിഞ്ഞു. ചോറുമായിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ്. അതും പോഷക സമൃദ്ധമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.